ഹായ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു തൊഴിൽ വാർത്തയുടെ റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ മലനാടിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ തൊഴിൽ വാർത്തയൊന്നും വായിക്കാൻ ടൈമില്ലാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും കേട്ടോ. അവർക്കൊക്കെ ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഷോർട്ട് നോട്ട്സ് ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. എൻ്റെ പ്രിപ്പറേഷനിൽ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അന്ന് പ്രിപ്പറേഷനും കാര്യങ്ങളും പിന്നെ വീട്ടിലെ തിരക്കും കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാമൊക്കെ ആയിട്ട് നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ലിസ്റ്റിലേക്ക് ആയി തുടങ്ങി. അപ്പോൾ ഇപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഇപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ നോട്ട്സും കാര്യങ്ങളുമൊക്കെ ഇട്ടേക്കാം കേട്ടോ. അപ്പം നന്നായി പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. അതിൽ മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് 600 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാട്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി വരുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കു പടിഞ്ഞാറൻ അതിരിൽ അറബിക്കടലിന് അഭിമുഖമായി ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നു. സഹ്യാദ്രി, സഹ്യപർവ്വത നിരകൾ എന്നീ പേരുകളിലും ഈ പർവ്വതനിര അറിയപ്പെടുന്നു. ഗുജറാത്തിൻ്റെ തെക്ക് ഭാഗത്ത് സത്പുര നിരകളുടെ തെക്ക് പടിഞ്ഞാറ് നിന്ന് ആരംഭിച്ച് മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ അവസാനിക്കുന്നു. ലോകത്തിലെ പ്രധാന ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് പശ്ചിമഘട്ടം. ഒട്ടേറെ അപൂർവ സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടം. കേരളത്തിൻ്റെ പച്ചപ്പിലും ജലലഭ്യതയിലും ഫലപുഷ്ടിയിലും പശ്ചിമഘട്ടം നിർണായക സ്വാധീനമാണ് ചെലുത്തുന്നത്. വന്യജീവികൾ. ദക്ഷിണേന്ത്യയിലെ ഏക കാട്ടാടായ വരയാട്, സിംഹവാലൻ കുരങ്ങ്, കടുവ, നക്ഷത്ര ആമ, ലോകത്തിലെ ഏറ്റവും ഉഗ്രവിഷമുള്ള പാമ്പായ രാജവെമ്പാല, ഏഷ്യയിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് എന്നിവയും അതിപ്രാചീന കാലത്ത് വ്യാപകമായി ഉണ്ടായിരുന്ന അവയവങ്ങൾ രൂപപ്പെടാത്ത ഉഭയജീവികൾ എന്നിവയും മലനാട് വനമേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ അധിവസിക്കുന്നു. പ്രധാനമായും സുഗന്ധവ്യഞ്ജനങ്ങളെയും തോട്ടവിളകളെയും ആശ്രയിച്ചുള്ളതാണ് മലനാട് മേഖലയിലെ കൃഷി. റബ്ബർ, തേയില, കാപ്പി, അടയ്ക്ക, ഏലം, കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട, ഇഞ്ചി തുടങ്ങിയവ ഈ മേഖലയിൽ വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു. നദികളുടെ ഉദ്ഭവകേന്ദ്രം. കേരളത്തിലെ നദികളുടെ എല്ലാം ഉത്ഭവസ്ഥാനം മലനാടാണ്. തെക്ക് നെയ്യാർ മുതൽ വടക്ക് മഞ്ചേശ്വരം പുഴ വരെയുള്ള 44 നദികളും പശ്ചിമഘട്ടത്തിലെ ഉന്നത ഗിരിശൃംഗങ്ങളുടെ ചെരുവിൽ നിന്നാണ് ഉറവയെടുക്കുന്നത്. ഇവയിൽ കബനി, ഭവാനി, പമ്പാർ എന്നീ 3 നദികൾ കിഴക്കോട്ടും മറ്റുള്ളവ പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറും 244 കിലോമീറ്റർ. നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയുമാണ് 16 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ളതും ദൈർഘ്യത്തിൽ 2ാം സ്ഥാനത്തുമുള്ള നദിയാണ് ഭാരതപ്പുഴ, 209 കിലോമീറ്റർ. 176 കിലോമീറ്റർ ദൈർഘ്യമുള്ള പമ്പ നദിയാണ് നീളമേറിയ 3ാമത്തെ നദി. ചാലക്കുടി പുഴ, ചാലിയാർ, വളപട്ടണം പുഴ, കല്ലടയാർ, അച്ചൻകോവിലാർ, കടലുണ്ടിപ്പുഴ, മൂവാറ്റുപുഴയാർ, ചന്ദ്രഗിരി പുഴ തുടങ്ങിയവയാണ് മറ്റ് പ്രധാന നദികൾ. പ്രധാനമായും പർവ്വതങ്ങളും കൊടുമുടികളും ഉൾപ്പെടുന്ന ഭൂവിഭാഗമാണ് മലനാട്. ഈ വിഭാഗത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2695 മീറ്റർ, 8841 അടി ഉയരമുണ്ട് ആനമുടിക്ക്. ആനമുടി കഴിഞ്ഞാൽ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല. 2640 മീറ്ററാണ് ഇതിൻ്റെ ഉയരം.
ഇടുക്കി ജില്ലയിൽ മൂന്നാറിലാണ് മീശപ്പുലിമല സ്ഥിതി ചെയ്യുന്നത്. ചെമ്പ്ര കൊടുമുടി, ബാണാസുര സാഗർ, അഗസ്ത്യാർകൂടം, മൂക്കുത്തിമല, ദേവിമല, കുമരിക്കൽ മല, വെള്ളരിമല തുടങ്ങിയവയാണ് മറ്റ് പ്രധാന കൊടുമുടികൾ. മലനാട് ഭൂപ്രകൃതിയിൽ തന്നെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കിഴക്കൻ മലനാട് എന്ന പ്രകൃതി വിഭാഗം. തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കേ അതിരിൽ സ്ഥിതി ചെയ്യുന്ന അഗസ്ത്യാർകൂടം 1869 മീറ്റർ, പൊന്മുടി, അച്ചൻകോവിലാറിൻ്റെ ഉത്ഭവപ്രദേശത്തിനടുത്തുള്ള തൂവൽമല, ഇടുക്കി ജില്ലയിലെ പെരിയാർ പീഠഭൂമി ആനമുടി, പാലക്കാട് വിടവിന് വടക്ക് നെല്ലിയാമ്പതി, വയനാടൻ പ്രദേശങ്ങൾ, കണ്ണൂർ ജില്ലയിലെ പൈതൽമല എന്നിവ ഉൾപ്പെടുന്നതാണ് കിഴക്കൻ മലനാട്. ഈ പ്രകൃതി വിഭാഗത്തിന് സംസ്ഥാനത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 40% വ്യാപ്തിയുണ്ട്. അങ്ങിങ്ങായി നിത്യഹരിത വനങ്ങളും ഏറ്റവും വ്യാപകമായി ചോലവനങ്ങളും ഉയർന്ന പ്രദേശങ്ങളിൽ പുൽമേടുകളും ഈ മേഖലയിൽ കാണപ്പെടുന്നു. ജൈവാംശം ഏറെയുള്ള വനമണ്ണാണ് ഈ പ്രകൃതി വിഭാഗത്തിൽ. മലനാടിൻ്റെ ഏറിയ പങ്കും വന്യമൃഗങ്ങളുള്ള വനങ്ങളാണ്. വനമേഖലകളെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല ആർദ്ര ഇലപൊഴിയും കാടുകൾ, ഉഷ്ണമേഖല വരണ്ട ഇലപൊഴിയും കാടുകൾ, മിതോഷ്ണ പർവ്വത വനങ്ങൾ, പർവ്വത മിതശീതോഷ്ണ മേഖലാ വനങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ജൈവവൈവിധ്യത്തിൻ്റെ കലവറയാണ് ഇവിടം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആനമുടി ഈ ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമാണ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലായി സ്ഥിതി ചെയ്യുന്ന പെരിയാർ ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ്. 1978 ഇത് പെരിയാർ ടൈഗർ റിസർവായി മാറി. സൈലന്റ് വാലി, ആനമുടിച്ചോല, പാമ്പാടിച്ചോല, മതികെട്ടാൻചോല തുടങ്ങിയവയാണ് കേരളത്തിലെ മറ്റ് പ്രധാന ദേശീയോദ്യാനങ്ങൾ. നെയ്യാർ, പേപ്പറ, ശെന്തുരുണി, പീച്ചി, വാഴാനി, കുറിഞ്ഞിമല, ചിമ്മിനി, പറമ്പിക്കുളം, വയനാട്, കൊട്ടിയൂർ, ചിന്നാർ, ആറളം, കരിമ്പുഴ തുടങ്ങിയവയാണ് പ്രധാന വന്യജീവി സങ്കേതങ്ങൾ.